ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. സ്ത്രീകൾക്ക് യോനിയിൽ വജൈനയിൽ ഉണ്ടാകുന്ന ദുർഗന്ധം ഇന്ന് ഒരുപാട് സ്ത്രീകളെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇത് ചെറുപ്പക്കാർ മുതൽ വയസ്സായവർക്ക് വരെ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു പ്രശ്നത്തിന് നാണക്കേട് കരുതിയിട്ട് ഡോക്ടർമാരെ കാണാനായിട്ട് ഇവർ മടിക്കും. പലപ്പോഴും ഇവർക്ക് ഇതുകൊണ്ടുള്ള അസ്വസ്ഥത ഉണ്ടാകാം, ഇല്ലെങ്കിൽ അവർക്ക് കുടുംബ ബന്ധത്തിൽ ഹസ്ബൻഡിന് ഇതുകൊണ്ടുള്ള അസ്വസ്ഥതകൾ, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഈ യോനിയിലെ വജൈനയിലെ ദുർഗന്ധം കൊണ്ട് ഉണ്ടാകാറുണ്ട്. ഈ ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നുണ്ട്, സ്ത്രീകളിൽ കൂടുന്നുണ്ട്. അതിൻ്റെ പ്രധാന ലക്ഷണമാണ് ഇന്ന് ടി വിയിൽ വരെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന ഈ വജൈനൽ വാഷിൻ്റെ പരസ്യങ്ങൾ. വജൈനൽ വാഷ് മാത്രമല്ല, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ചില സ്പ്രേകളുണ്ട്, സെൻറ്റഡ് ആയിട്ടുള്ള ചില ഡ്രസ്സസ്, ഇന്നർ വെയേഴ്സ് ഉണ്ട്. ഇത്തരത്തിൽ യോനിയുടെ സ്മെല്ല് വർദ്ധിപ്പിക്കാൻ, അതായത് ദുർഗന്ധം മാറ്റാനുള്ള പല മാർഗങ്ങളും ഇന്ന് സമൂഹത്തിൽ അവർ വ്യാപകമായിട്ട് ഡോക്ടറെ കാണാതെ മെഡിക്കൽ സ്റ്റോറിൽ പോയോ കടകളിൽ പോയോ സ്വയം വാങ്ങി ഉപയോഗിക്കുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് യോനിയിൽ വജൈനയിൽ ഇത്തരത്തിലൊരു സ്മെല്ല് വ്യത്യാസം, ഒരു ദുർഗന്ധം ഉണ്ടാകുന്നതെന്നും ഇത് പരിഹരിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നും ഞാൻ വിശദീകരിക്കാം. യോനിയിൽ വജൈന എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് യൂട്രസിന് താഴെയുള്ള അവരുടെ പ്രധാന ലൈംഗിക അവയവമാണ്. യോനിയുടെ pH എന്ന് പറയുന്നത് 4.5, ഒരു അല്പം അസിഡിക് ആയിട്ടുള്ള pH ആണ് ഉള്ളത്. യോനിയിൽ നിന്നുമുള്ള നോർമലായിട്ടുള്ള ചെറിയ സ്രവങ്ങളുണ്ട്. ഈ സ്രവങ്ങളും അതോടൊപ്പം യോനിക്കകത്തുള്ള ബാക്ടീരിയയുടെ, അതായത് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളുടെ ഒരു വലയവുമുണ്ട്. ഈ കോമ്പിനേഷനാണ് യോനിക്കകത്തുള്ള ഒരു സ്മെല്ല്, ഗന്ധം തീരുമാനിക്കുന്നത്. എപ്പോഴും അവരുടെ ശരീരത്തിന്, അതായത് സ്ത്രീകളുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് അവർക്ക് ഒരു സ്മെല്ലുണ്ടാകും. അതൊരിക്കലും ഒരു അരോചകമുണ്ടാക്കുന്നതോ ദുർഗന്ധമുണ്ടാക്കുന്നതോ അല്ല. എപ്പോഴാണോ ഈ യോനിയുടെ സ്രവത്തിന് വ്യത്യാസം വരുന്നത്, അല്ലെങ്കിൽ ഇതിനകത്തുള്ള നല്ല ഇനം ബാക്ടീരിയകൾക്ക് നാശം സംഭവിക്കുന്നത്, അവിടെ ഈ ഇൻഫെക്ഷൻ വരാനും അല്ലെങ്കിൽ യോനിക്ക് ദുർഗന്ധം ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. പലവിധ കാരണങ്ങൾ ഇതിനകത്ത് പ്രധാന ഫാക്ടറായിട്ട് വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, അതായത് യോനിക്കകത്ത് ദുർഗന്ധം ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾ വർദ്ധിച്ചാലോ, യോനിക്കകത്ത് ഫംഗസുകൾ കൂടുതലായിട്ട് പെരുകിയാലോ ഇവയ്ക്ക് ഒരുപക്ഷെ ഡിസ്ചാർജുകൾ കാണുകയോ ഇല്ലെങ്കിൽ ഗന്ധത്തിന് വ്യത്യാസം വരികയോ ചെയ്യാം. ഇല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ടും ഇതുണ്ടാകാം. ഏറ്റവും കോമൺ ആയിട്ട് യോനിക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ, ആ കാണുന്ന pH എന്ന് പറയുന്നത് 4.5 ആണ്. യോനിക്കകത്തുള്ള ഈ pH വാല്യൂ ഒരല്പം കൂടി അസിഡിക് ആയി മാറിക്കഴിഞ്ഞാൽ ഈ കൂടിയ അസിഡിറ്റിയിൽ ജീവിക്കുന്ന ചില ഇനം ബാക്ടീരിയകൾ അവിടെ പെറ്റുപെരുകാൻ തുടങ്ങാം. ഗാർഡർനെല്ല വജൈനാലിസ് എന്നാണ് ഈ ഒരു ബാക്ടീരിയയ്ക്ക് പറയുന്ന പേര്. ഈ ബാക്ടീരിയ വജൈനയ്ക്കകത്തുള്ള ഗുണകരമായിട്ടുള്ള ലാക്ടോബാസിലസിനേക്കാൾ കൂടുതലായിട്ട് പെറ്റുപെരുകും. അപ്പോൾ ഇതിനകത്ത് വല്ലാത്തൊരു ഗന്ധം, യോനിക്കകത്തൊരു ഗന്ധം അനുഭവപ്പെടുന്നു. ഈ ഗാർഡർനെല്ല ബാക്ടീരിയ കൂടുതലായിട്ട് പെരുകിക്കഴിഞ്ഞാൽ ഒരുതരം ഒരു ഫിഷി വാട്ടർ, അതായത് ഒരു മീനിൻ്റെ ഒരു ദുർഗന്ധം, ഒരു ഉണക്ക മീനിൻ്റെ ദുർഗന്ധമോ അല്ലെങ്കിൽ മീനിൻ്റെ ഉളുമ്പ് നാറ്റം എന്ന് പറയത്തില്ലേ, ആ ഒരു സ്മെല്ലായിരിക്കും കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത്തരം ബാക്ടീരിയകളുടെ പ്രത്യേകത, ലൈംഗിക ബന്ധത്തിന് ശേഷം സെമൻ, പുരുഷ ബീജം ഇതിനകത്ത് നിക്ഷേപിക്കപ്പെട്ടാൽ പുരുഷ ബീജത്തിൻ്റെ pH ഈ ഗാർഡർനെല്ല ബാക്ടീരിയയെ വല്ലാണ്ട് പെറ്റുവരുകാൻ കാരണമാകും. ബന്ധപ്പെടുന്നതിൻ്റെ തൊട്ട് പുറകെ ഇതിനകത്ത് വല്ലാത്ത ദുർഗന്ധം അനുഭവപ്പെടുന്നതിൻ്റെ കാരണം ഈ ഗാർഡർനെല്ല എന്ന് പറയുന്ന ഈ ബാക്ടീരിയ ഇതിനകത്ത് പെറ്റുപെരുകുന്നതുകൊണ്ടാണ്. ഇതുണ്ടാകുന്നതിൻ്റെ കാരണം ഈ വജൈനയ്ക്കകത്തുള്ള, യോനിക്കകത്തുള്ള pH വല്ലാണ്ട് അസിഡിക്കായി പോകുന്നത് കൊണ്ടാണ്. യോനിയിൽ നിന്ന് ചാര നിറത്തിൽ ഒരു ആഷ് കളറിലുള്ള ഒരു ചെറിയ ഒരു ഡിസ്ചാർജും അതോടൊപ്പം മീനിൻ്റെ ഈ ഒരു ഉളുമ്പിൻ്റെ സ്മെല്ല് കൂടെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗാർഡർനെല്ല എന്ന് പറയുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്ന് നമുക്ക് സംശയിക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഫംഗസ് ആണ്. കാൻഡിഡ അല്ലെങ്കിൽ ട്രൈക്കോമോണസ് പോലുള്ള ഫംഗസുകൾ ഈ വജൈനയ്ക്കകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണമാകും. ഒരുതരം ചെറിയ തൈര് പോലുള്ള ഡിസ്ചാർജും അതോടൊപ്പം തന്നെ ചെറിയ പുളിച്ച ഒരു സ്മെല്ലോ, ഒന്നെങ്കിൽ ഒരു പുളിച്ച സ്മെല്ലോ ഇല്ലെങ്കിൽ ഒരു അല്പം സ്വീറ്റി ആയിട്ടുള്ള സ്മെല്ലോ ഇല്ലെങ്കിൽ ബിയറിൻ്റെ പോലെയോ ബ്രെഡിൻ്റെ പോലെയോ ഉള്ള ഒരു സ്മെല്ലാണ് വജൈനയ്ക്കകത്ത് നിന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫംഗൽ ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. പലപ്പോഴും ഫംഗസ് ഇൻഫെക്ഷൻസിനാണ് ഇവിടുത്തെ തൈര് പോലുള്ള ഡിസ്ചാർജും അതോടൊപ്പം ചൊറിച്ചിലും കാണുക. ചൊറിച്ചിലിനോടൊപ്പം തന്നെ ചെറിയ പുകച്ചിൽ പോലുള്ള ഡിസ്കംഫർട്ട് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇനി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഈ ബാക്ടീരിയൽ അല്ലെങ്കിൽ വജൈനൽ ആയിട്ട് വരുന്ന ഈ ദുർഗന്ധം ഉണ്ടാകുന്നു വിശദീകരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിനകത്ത് സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന ചില ഇനം മരുന്നുകൾ, പ്രധാനമായിട്ടും ഗർഭനിരോധന മരുന്നുകളോ അല്ലെങ്കിൽ IUDs, കോപ്പർട്ടി പോലുള്ള IUDs ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരം ഒരു വ്യത്യാസം കാണാം. ഇതിൻ്റെ കാരണം സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോൺ അല്ലെങ്കിൽ പ്രോജസ്ട്രോൺ ഹോർമോൺ ഉണ്ടാകുന്ന ചില ഏറ്റക്കുറച്ചിലുകൾ, ഈ മരുന്ന് കാരണം ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഒരുപക്ഷെ ഈ വജൈനയുടെ pH വ്യത്യാസം വരുത്തുകയും പെട്ടെന്ന് ദുർഗന്ധം ഉണ്ടാകാൻ കാരണമാകുകയും ഇൻഫെക്ഷൻ വരാൻ കാരണമാകുകയും ചെയ്യും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. ആൾക്കാർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില ഇനം മരുന്നുകൾ, ഡോക്ടർമാരുടെ പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് ഇല്ലാതെ സ്വന്തമായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങി കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ, ആൻറ്റി അലർജിക് മരുന്നുകൾ, ഇതെല്ലാം തന്നെ ഈ വജൈനയ്ക്കകത്തുള്ള, യോനിക്കകത്തുള്ള നോർമലായിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയും. ഇത്
ഒരുപക്ഷേ ഈ അബ്നോർമൽ ബാക്ടീരിയകൾ വരുന്നതിന് വളരെ പെട്ടെന്ന് ദുർഗന്ധം ഉണ്ടാകുകയും ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഈ കോവിഡ് സമയത്ത് തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ ആവശ്യമില്ല എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ പോലും സ്വന്തമായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി ആൻറ്റിബയോട്ടിക് ഒരു കോഴ്സെങ്കിലും കഴിക്കാതെ ഒരു സമാധാനം കിട്ടാത്ത ആൾക്കാരുണ്ട്. ഇതേപോലെ തന്നെ കോവിഡ് മാത്രമല്ല, ഏതുതരം അസുഖം വന്നാലും ഡോക്ടറെ കാണുന്നതിന് പകരം മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് സ്വയം പരീക്ഷിക്കുന്നവരുണ്ട്. മാത്രമല്ല, തുമ്മലിനും ജലദോഷത്തിനും എല്ലാം മെഡിക്കൽ സ്റ്റോറിൽ പോയി ആൻറ്റി അലർജിക് മരുന്നുകളോ ഇല്ലെങ്കിൽ ശരീരം ചൊറിച്ചിലിന് സൈനസ് ഇൻഫെക്ഷനും എല്ലാം തന്നെ ഈ ഡിസ്ചാർജ് പെട്ടെന്ന് പിടിച്ചു നിർത്തുന്ന ആൻറ്റി ഹിസ്റ്റമിൻ മരുന്നുകൾ, ഈ മരുന്നുകളെല്ലാം തന്നെ ഇവയ്ക്കെല്ലാം ഈ ശരീരത്തിലുള്ള മ്യൂക്കസ് മെംബ്രെയിൻ, അതായത് ശരീരത്തിലുള്ള ഈ വഴുവഴുപ്പുള്ള നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനെ ഡ്രൈ ആക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഈ മരുന്നുകൾക്ക്. ഈ ആൻറ്റി അലർജിക് മരുന്നുകൾ പതിവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മ്യൂക്കസ് മെംബ്രെയിൻ ഡ്രൈ ആയി പോകും. മരുന്നുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് മൂക്കിൽ മാത്രം വർക്ക് ചെയ്യാമെന്നല്ലല്ലോ. ഇത് സ്ത്രീകൾക്ക് യോനിക്കകത്തും വരൾച്ച ഉണ്ടാക്കുന്നതിന്, ഡ്രൈനസ് ഉണ്ടാകുന്നതിന് കാരണമാകും. പലപ്പോഴും ലൈംഗിക ബന്ധം വല്ലാണ്ട് വേദനാജനകമാകുന്നതിനും യോനിക്കകത്ത് പൊട്ടലുണ്ടാകുന്നതിനും ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനും യോനിക്കകത്ത് ഈ ദുർഗന്ധം ഉണ്ടാകുന്നതിനും അല്ലെങ്കിൽ വെള്ളപ്പോക്ക് ഉണ്ടാകുന്നതിനും ഇത്തരം ആൻറ്റിബയോട്ടിക്കുകൾ, ആൻറ്റി അലർജിക് മരുന്നുകൾ സ്വന്തമായിട്ട് കഴിക്കുന്നത്, ദീർഘനാൾ ഉപയോഗിക്കുന്നത് ഒരു പ്രധാന കാരണമായിട്ട് മാറുന്നുണ്ട്. മാത്രമല്ല, ചില ഇനം ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഗാർലിക് പോലുള്ള, വെളുത്തുള്ളി, ഉള്ളി പോലുള്ള ചില ഇനം മസാലകൾ ഇത് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിനകത്ത്, ചിലർ പറഞ്ഞിട്ടില്ലേ നമ്മൾ ഈ വെളുത്തുള്ളിയെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ വേർപ്പിന് വരെ ആ സ്മെല്ല് വരെ ഒന്നും കേട്ടിട്ടില്ലേ? ഇതേപോലെ തന്നെ ചിലർക്ക് യോനിക്കകത്തുള്ള ബാക്ടീരിയൽ ഫ്ലോറയിൽ വ്യത്യാസം വരുത്തുകയും ഇത്തരം ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് യോനിയിൽ നിന്നും വല്ലാത്ത ദുർഗന്ധം ഉണ്ടാകുന്നതിനും കാരണമാകാറുണ്ട്. ഇതുമാത്രമല്ല, നമ്മളിപ്പോൾ കഴിക്കുന്ന ചില ഇനം ഫാസ്റ്റ് ഫുഡുകൾ, പ്രത്യേകിച്ച് അമിതമായിട്ട് കരിച്ച പൊരിച്ച ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചാൽ ഇത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയൽ ഫ്ലോറയെ നശിപ്പിക്കുകയും, നിങ്ങൾക്കറിയാം നമ്മുടെ ശരീരത്തിനകത്ത് 200 മുകളിൽ തരത്തിലുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ലാക്ടോബാസിലസ് വിഭാഗമാണ്. ഇത്തരം ബാക്ടീരിയകളെ ശരീരത്തിലുള്ളതിനെ ഇത്തരം ഭക്ഷണങ്ങൾ നശിപ്പിച്ച് കളയുകയും ഇത് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനും, സ്ത്രീകളിൽ വളരെ പെട്ടെന്ന് യോനിയിൽ ഇൻഫെക്ഷൻ വരുന്നതിനോ അല്ലെങ്കിൽ ദുർഗന്ധം ഉണ്ടാകുന്നതിനോ ഇത്തരം ഈ ഫാസ്റ്റ് ഫുഡുകൾ പ്രധാന കാരണമാകുന്നുണ്ട്. മാത്രമല്ല, ചില സ്ത്രീകൾക്ക് ഗർഭാവസ്ഥയിൽ ഈ വജൈനയ്ക്ക് അത് വല്ലാത്ത സ്മെല്ല് അനുഭവപ്പെടാൻ കാരണമാകും. കാരണം ഗർഭിണിയാകുന്ന സമയത്ത് ഇവരുടെ രോഗപ്രതിരോധ ശേഷിക്ക് വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, വ്യത്യാസം വരികയും ഈ യോനിക്കകത്തുള്ള pH-നകത്ത് വ്യത്യാസം വരികയും അവർക്ക് യോനിയിൽ ദുർഗന്ധമോ ഡിസ്ചാർജോ അനുഭവപ്പെടാൻ കാരണമാകുകയും ചെയ്യും. മാത്രമല്ല, പീരീഡ്സിന്, മാസമുറയ്ക്ക് തൊട്ട് മുന്നേ ഒരുപാട് സ്ത്രീകൾക്ക് ചെറിയ വൈറ്റ് ഡിസ്ചാർജ് യോനിയിൽ നിന്നും വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രീ മെൻസ്ട്രുവൽ പീരീഡ് എന്നാണ് ഈ ഒരു കണ്ടീഷന് പറയുന്ന പേര്. ഇത് പീരീഡ്സ് ആകുന്നതിന് തൊട്ട് മുന്നേ സ്ത്രീകളുടെ ശരീരത്തിൽ ഹോർമോണിന് ഒരു വ്യത്യാസം ഉണ്ടാകുകയും ഇത് അവരുടെ വജൈനയ്ക്കകത്ത്, യോനിക്കകത്ത് ഒരു ചെറിയ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും. പീരീഡ്സ് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ വെളുത്ത നിറത്തിലുള്ള ഒരു വജൈനൽ ഡിസ്ചാർജ് വരുന്നതിന് കാരണം ഇത്തരത്തിൽ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു വ്യത്യാസമാണ്. ഇതും സ്ത്രീകൾക്ക് യോനിയിൽ നിന്ന് ഒരു ചെറിയ പുളിച്ച സ്മെല്ല് പീരീഡ്സിന് തൊട്ട് മുന്നേ വരുന്നതിന് കാരണമാകുന്നുണ്ട്. മാത്രമല്ല, അമിതമായി വണ്ണമുള്ള സ്ത്രീകൾക്കോ വിയർപ്പ് കൂടുതലുള്ള സ്ത്രീകൾക്കോ അവരുടെ ശരീരത്തിൽ ഈ യോനി ഭാഗത്ത്, അതായത് തുടയിടുക്കുകളിൽ കൂടുതൽ വിയർപ്പ് നിന്നിട്ട് ഈ വിയർപ്പും യോനിയിൽ നിന്നുമുള്ള ചെറിയ ഡിസ്ചാർജും കൂടെ ചേർന്ന് ആ ഭാഗത്ത് ഒരു വല്ലാത്ത ഈ പുഴുങ്ങിയ സ്മെല്ല് എന്നൊക്കെ പറയത്തില്ലേ, ഒരു അവിഞ്ഞ അല്ലെങ്കിൽ പുഴുങ്ങിയ ഒരു സ്മെല്ല്, ഒരു ചെറിയൊരു പുളിച്ച സ്മെല്ല് കൂടുതൽ ഉണ്ടായി എന്ന് വരാം. മാത്രമല്ല, ചില ഇനം ഹോർമോണൽ തെറാപ്പി, സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില ഇനം ട്രീറ്റ്മെൻറ്റ് സ്ത്രീകൾക്ക് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ കീമോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഹോർമോൺ ഗുളികകൾ പതിവായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ പ്രമേഹ രോഗമുണ്ടെന്നിരിക്കട്ടെ, പ്രമേഹ രോഗമുള്ളവർക്കും ഒരുപക്ഷെ സ്ത്രീകൾക്ക് അവർക്ക് യോനിക്കകത്തുള്ള pH മാറിപ്പോവാനും പ്രമേഹം കൺട്രോൾ അല്ലെങ്കിൽ വിട്ടുമാറാതെ ഫംഗസ് ഇൻഫെക്ഷൻസ് വരുന്നതിനും ഒരു സ്ഥിരമായിട്ട് ഇവർക്കൊരു ദുർഗന്ധം ഉണ്ടാകുന്നതിനും കാരണമാകും. രോഗപ്രതിരോധ ശേഷി വല്ലാണ്ട് കുറഞ്ഞ സ്ത്രീകൾ, ഉദാഹരണത്തിന് ഇപ്പോൾ HIV രോഗബാധയുള്ള സ്ത്രീകളോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കടുത്ത ഇൻഫെക്ഷൻ ഉള്ള സ്ത്രീകളോ, രോഗപ്രതിരോധ ശേഷി വല്ലാണ്ട് കുറഞ്ഞവരോ, കിടപ്പിലായ സ്ത്രീകൾക്കോ എല്ലാം തന്നെ വജൈനയുടെ, യോനിയുടെ ഒരുപക്ഷെ അകത്തുള്ള pH മാറിപ്പോവാനും സ്ഥിരമായിട്ട് ദുർഗന്ധം ഉണ്ടാകുന്നതിനും കാരണമാകാറുണ്ട്. മെനോപോസ് ആകുന്ന സമയത്ത്, അതായത് മാസമുറ നിൽക്കാറാവുമ്പോഴോ നിന്നതിന് ശേഷമോ ഈ വജൈനയ്ക്കകത്ത് ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഒരുപക്ഷെ വജൈനയ്ക്ക് ഒരു ഡ്രൈനസ് വരാനും അവർക്കും വിട്ടുമാറാതെ ദുർഗന്ധം ഉണ്ടാകുന്നതിനും വീണ്ടുകീറൽ വരുന്നതിനും വേദന ഉണ്ടാകുന്നതിനും കാരണമാകാറുണ്ട്.
മാത്രമല്ല സ്ത്രീകൾക്ക് വിട്ടുമാറാതെ ഉണ്ടാകുന്ന ഉറക്കക്കുറവ് അവരുടെ ശരീരത്തിലെ നോർമലായിട്ടുള്ള ബാക്ടീരിയൽ ഫ്ലോറയെ താളം തെറ്റിക്കുന്നു. ഇതും സ്ത്രീകൾക്ക് ഒരുപക്ഷെ വജൈനയ്ക്കകത്ത് ഇൻഫെക്ഷനും അല്ലെങ്കിൽ അവർക്ക് ദുർഗന്ധം ഉണ്ടാകാൻ കാരണമാകും. മാത്രമല്ല അമിതമായിട്ട് സ്ട്രെസ്സ്, ക്രോണിക്കായിട്ട് ടെൻഷൻ, മാനസിക പിരിമുറുക്കമുള്ളവർക്കും യോനിക്കകത്ത് വളരെ പെട്ടെന്ന് ദുർഗന്ധം ഉണ്ടാകാൻ കാരണമാകാറുണ്ട്. മാത്രമല്ല സ്ത്രീകൾ പതിവായിട്ട് ഉപയോഗിക്കുന്ന ചില വസ്തുക്കളുടെ അലർജി കൊണ്ടും ഒരുപക്ഷെ യോനിക്ക് വിട്ടുമാറാത്ത ദുർഗന്ധം അനുഭവപ്പെട്ടു എന്ന് വരാം. ഉദാഹരണത്തിന് അവർ ഉപയോഗിക്കുന്ന ഇന്നർ വെയേഴ്സ്, പാൻറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ പുറം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കോട്ടൺ അല്ലാത്ത ടൈപ്പ് മെറ്റീരിയൽ, ഇപ്പോൾ കോട്ടൻ്റെ ഒപ്പം സിൽക്കും കൂടി മിക്സ് ചെയ്ത് അല്ലെങ്കിൽ പോളിസ്റ്റർ ആയിട്ടുള്ള ഇന്നർ വെയേഴ്സ് ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് ശരീരത്തിൽ നിന്നുള്ള വിയർപ്പ് അബ്സോർബായി പോകാതെ യോനി ഭാഗത്ത് വല്ലാണ്ട് ചൊറിച്ചിലും ഈ ദുർഗന്ധവും അനുഭവപ്പെടാൻ കാരണമാകും. മാത്രമല്ല ചില സ്ത്രീകൾ ഉപയോഗിക്കുന്ന ചില ഓയിൻമെൻറ്റുകൾ, ഉദാഹരണത്തിന് തുടയ്ക്ക് ഇടുക്കിൽ വരുന്ന ഫംഗസ് ഇൻഫെക്ഷൻ പെട്ടെന്ന് മാറുന്നതിന് വേണ്ടി ഇവർ ഓടിപ്പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും സ്റ്റിറോയിഡ് കണ്ടൻറ്റുള്ള ഓയിൻമെൻറ്റുകൾ വാങ്ങും. സ്റ്റിറോയിഡ് കണ്ടൻറ്റുള്ള ഓയിൻമെൻറ്റുകളുടെ പ്രത്യേകത 2 ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ ഒരു ഇറിറ്റേഷൻ അവർക്ക് പൂർണ്ണമായിട്ടും കുറയും. പക്ഷേ സ്റ്റിറോയിഡ് ഓയിൻമെൻറ്റുകൾ പതിവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വജൈനയുടെ pHന് വ്യത്യാസം വരുത്തുകയും ഇവർക്ക് വിട്ടുമാറാതെ വജൈനൈറ്റിസോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസോ ദുർഗന്ധമോ ഉണ്ടാകാൻ കാരണമാകും. മാത്രമല്ല ചില സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡുകൾ, ഇപ്പോൾ സെൻറ്റഡ് ആയിട്ടുള്ള മണമുള്ള ടൈപ്പ് സാനിറ്ററി പാഡുകളോ ഇല്ലെങ്കിൽ മണമുള്ള ടൈപ്പ് ടാമ്പൂൺസോ ഉപയോഗിക്കുകയാണെങ്കിലും അതിൻ്റെ അലർജി കൊണ്ട് ഇവർക്ക് വല്ലാണ്ട് ദുർഗന്ധം അനുഭവപ്പെടാം. ചില സ്ത്രീകൾ ദുർഗന്ധം മാറാൻ വേണ്ടിയിട്ട് വീര്യമുള്ള സോപ്പുകൾ ഈ ഭാഗത്ത് വജൈനയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. മാർക്കറ്റിൽ കാണുന്ന പലയിനം സ്പ്രേകളുണ്ട്. ദുർഗന്ധം മാറ്റാനുള്ള സ്പ്രേകളോ ക്രീമുകളോ ജെല്ലികളോ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്തുള്ള ഈ രാസവസ്തുക്കൾ, ഈ വസ്തുക്കളുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള സെൻറ്റ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഇതിനകത്തുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈ ദുർഗന്ധമുണ്ടാക്കുന്ന കാരണങ്ങൾ മാറ്റുന്നില്ല, കുറച്ച് സമയത്തേക്ക് ഒരു പെർഫ്യൂം എഫക്റ്റ് ആ ഏരിയയിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇത്തരം വസ്തുക്കളുടെ അലർജി കൊണ്ടും ഇവർക്ക് വിട്ടുമാറാതെ ഒരുപക്ഷെ യോനിയിൽ നിന്നും ദുർഗന്ധം കണ്ടുവന്ന് വരാം. ഞാനീ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് സ്ത്രീകൾക്ക് വളരെ കോമൺ ആയിട്ട് യോനിയിൽ നിന്നും ദുർഗന്ധം ഉണ്ടാകുന്നത്. ഇനി ഈ ഒരു പ്രശ്നത്തിനെ എങ്ങനെ പരിഹരിക്കണം എന്ന് വിശദീകരിക്കുക. ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്ത് കാരണം കൊണ്ടാണ് സ്ത്രീകൾക്ക് വജൈനയിൽ നിന്നും ഈ ഗന്ധം ഉണ്ടാകുന്നത് എന്നുള്ളത് പരിശോധിക്കുക. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ അത് ഈവൻ ഒരു ഫിഷി ഓർഡർ ആണെങ്കിൽ, മീനിൻ്റെ ഉളുമ്പ് നാറ്റമാണെങ്കിൽ അതൊരു പക്ഷേ ബാക്ടീരിയലാകാം, പുളിച്ച ഒരു സ്മെല്ലാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഫംഗലാകാം. ഇങ്ങനെ ഏത് കാരണമാണ് എന്ന് പ്രോപ്പറായിട്ട് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ചികിത്സ ചെയ്യുകയാണ് ഈ പ്രോബ്ലം മാറാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ, നാട്ടുകാരെ കൊണ്ടുവരുന്ന വസ്തുക്കൾ കഴിയുന്നത്ര യോനി ഭാഗത്ത് പ്രയോഗിക്കാതിരിക്കുക. കഴിയുന്നത്ര പുറം രാജ്യങ്ങൾ, ഗൾഫിൽ നിന്നെല്ലാം കൊണ്ടുവരുന്ന ടൈപ്പ് ഇന്നർ വെയേഴ്സ് കഴിയുന്നത്ര കേരളത്തിലെ ക്ലൈമറ്റിൽ ഉപയോഗിക്കരുത്. ഇവിടെ ഏറ്റവും നല്ലത് കോട്ടൺ ആയിട്ടുള്ള അടിവസ്ത്രങ്ങളാണ്. എപ്പോഴും നല്ലത് നിങ്ങൾ ഇവ ഉപയോഗിച്ചതിന് ശേഷം വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ച് ഇവ വാഷ് ചെയ്യണം. പലപ്പോഴും സോപ്പ് പൗഡറിലെല്ലാം ഈ സോപ്പ് പൗഡർ ഉപയോഗിച്ച് ഈ വാഷിംഗ് മെഷീനിലെല്ലാം ഇന്നർ വെയറുകൾ വാഷ് ചെയ്യുമ്പോൾ ഇന്നർ വെയറിൻ്റെ ഉൾവശത്തുള്ള ഫ്രില്ലുകളില്ലേ, അതിനകത്ത് സോപ്പ് പൊടി പറ്റിപ്പിടിച്ചിരിക്കും. പലപ്പോഴും നിങ്ങളത് പ്രോപ്പറായിട്ട് കഴുകിക്കളയാതെ ഈ സോപ്പ് പൊടിയുടെ ഡ്രസ്സ് അണിയുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു വജൈനൽ ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ ദുർഗന്ധമോ ഉണ്ടാകാൻ കാരണമാകും. എപ്പോഴും നല്ലത് പ്ലെയിൻ വെള്ളത്തിൽ, വെറും വെള്ളത്തിൽ മൈൽഡായിട്ടുള്ള എങ്കിലും സോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകി വെയിലത്തിട്ട് ഉണക്കി ഇന്നർ വെയേഴ്സ് ഉപയോഗിക്കാൻ നോക്കുക. കഴിയുന്നത്ര ഈ ഒരു ഏരിയയിൽ യോനി ഭാഗത്തുള്ള, അതിൻ്റെ പുറമെയുള്ള ഭാഗത്തുള്ള രോമങ്ങളെ വെട്ടി നിർത്താൻ നോക്കുക. യൂറിൻ പാസ് ചെയ്തതിന് ശേഷമോ മോഷൻ പോയതിന് ശേഷമോ കഴുകിയതിന് ശേഷം ഡ്രൈ ആക്കി വയ്ക്കുക, ഏരിയ ഡ്രൈ ആക്കി വയ്ക്കുക. കഴിയുന്നത്ര മാർക്കറ്റിൽ കിട്ടുന്ന പൗഡേഴ്സ്, ജെല്ലുകൾ, ക്രീമുകൾ, സെൻറ്റുകൾ, സ്പ്രേകളൊന്നും തന്നെ ഈ ഒരു ഭാഗത്ത് പ്രയോഗിക്കാതിരിക്കുക. കാരണം യോനി അല്ലെങ്കിൽ വജൈന എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെൽഫ് ക്ലീനിങ്, അതായത് സ്വയം ക്ലീനായി സ്വയം ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കുന്ന ഒരു ചേംബറാണ്. പുറത്തുനിന്ന് നിങ്ങൾക്ക് യാതൊരുവിധ സപ്പോർട്ടും ഈ ഭാഗത്ത് ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത്, യോനിയുടെ ഭാഗത്ത് ദുർഗന്ധമുണ്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ നോർമലായിട്ടുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്തരം പ്രോബ്ലം ഉള്ളവർ ദിവസത്തിൽ ഒരു തവണയെങ്കിലും മോരില്ലേ, നിങ്ങൾ തൈരല്ല മോരെടുത്തിട്ട്, മോര് നിങ്ങളൊരു 1/2 ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തൊരു 2 ഗ്ലാസ് വെള്ളം മിക്സ് ചെയ്യുക. എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ച് ഈ ഏരിയ പുറമേ മാത്രം, യോനിയുടെ ഉൾവശമല്ല, പുറമേ മാത്രം ഒന്ന് വാഷ് ചെയ്ത് തുടച്ചു വയ്ക്കുക. ഇത് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ, ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, തൈര്, മോരെന്നൊക്കെ പറയുന്നത് പ്രോബയോട്ടിക്കുകളാണ്. പ്രോബയോട്ടിക്കിനകത്ത് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട്. ലാക്ടോബാസിലസ് ഈ ഒരു ഏരിയയിൽ കൂടുതൽ വളരുന്നത് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളാണ്. നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകളെയും ഫംഗസുകളെയും ഇവർ തന്നെ നശിപ്പിച്ചുകൊള്ളും.
മാത്രമല്ല ശരീരത്തിന് ഗുണകരമായ പ്രോബയോട്ടിക് ബാക്ടീരിയകളെ വളർത്താൻ സാധിക്കുന്ന ഭക്ഷണങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക. മാത്രമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഏത് തരമാണെന്ന് നോക്കി ഡോക്ടറെ കണ്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഹോമിയോപ്പതിയിൽ ഇത്തരത്തിൽ വജൈനൽ ദുർഗന്ധത്തിനും ഇൻഫെക്ഷൻസിനും വെള്ളപ്പോക്കിനും വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇന്ന് ലഭ്യമാണ്. നല്ലൊരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് മാറാം. പലപ്പോഴും ചെറുപ്പക്കാരിലും വയസ്സായവരിലും കാണുന്ന കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നം ദമ്പതികളുടെ ഇടയിലെ ലൈംഗിക ബന്ധത്തിന് ഒരുപാട് തടസ്സം നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് യോനിയിൽ നിന്നുമുള്ള ഈ ദുർഗന്ധം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ഇൻഫർമേഷൻ ഒരുപാട് സ്ത്രീകൾക്ക് ഉപകാരപ്പെടും. പലരും നാണം കൊണ്ട് മറ്റു ഡോക്ടർമാരെ കാണാനോ മറ്റുള്ളവർ പറയാനോ മടിച്ച് മിണ്ടാതിരിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ അവർക്ക് ഒരുപാട് ഉപകാരപ്പെടും. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.